അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് മാച്ചസുകളെല്ലാം കഴിഞ്ഞു. ഇനി റൗണ്ട് ഓഫ് 16 കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏത് ടീമിനൊക്കെയാണ് ആരൊക്കെയാണ് ഒപ്പോണൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതായത് ടേബിളിന് തന്നെയാണ് റൗണ്ട് ഓഫ് 16 ആൾക്കാരെ ക്വാളിഫൈ ചെയ്യുന്നത്. അതായത് ലോട്ടിടുക അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല. ഓക്കെ, അതായത് ഗ്രൂപ്പ് എയിൽ നിന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് എയിൽ പാൽമറാസും ഇന്റർ മിയാമിയാണ് അവർ രണ്ട് ടീമാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതിന് ഇന്റർ മിയാമിക്കൊക്കെ എന്തൊക്കെയായിരുന്നു, ഒടുക്കത്തെ ട്രോളായിരുന്നു അവരെന്തായാലും പുറത്താവും ഇന്റർ മിയാമി. കാരണം FC പോർട്ടോ ഒക്കെ ഉണ്ട്, അൽ അഹ്ലി ഉണ്ട്, നല്ല ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇന്റർ മിയാമി എന്തായാലും പുറത്താവും. എന്തായി ഇപ്പോൾ ഇന്റർ മിയാമി ക്വാളിഫൈ ആയി സിമ്പിളായിട്ട്. പാൽമറാസ് ആണ് ടേബിൾ ടോപ്പർ, ഇന്റർ മിയാമി സെക്കൻഡാണ്. ഗ്രൂപ്പ് ബിയിൽ PSG ആണ് ടേബിൾ ടോപ്പർ, ബൊറ്റഫാഗോ ആണ് സെക്കൻഡ്. അതായത് അതിൽ നിന്ന് തന്നെയാണ് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് പാൽമിറാസും ഗ്രൂപ്പ് എയിലെ ടേബിൾ ടോപ്പർ ആയിട്ടുള്ള പാൽമിറാസും ഗ്രൂപ്പ് ബിയിലെ സെക്കൻഡ് ആയിട്ടുള്ള ബൊറ്റഫാഗോയും തമ്മിൽ മത്സരം. ഓക്കെ, അവർ തമ്മിലാണ് ഒരു റൗണ്ട് ഓഫ് 16. പിന്നെ ഇന്റർ മിയാമി സെക്കൻഡുള്ള ഗ്രൂപ്പ് എയിലെ സെക്കൻഡുള്ള ഇന്റർ മിയാമിയും ഗ്രൂപ്പ് സെക്കൻഡിലെ ടേബിൾ ടോപ്പർ ആയിട്ടുള്ള PSG തമ്മിലാണ് മാച്ച്. അങ്ങനെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഗ്രൂപ്പ് എയിലുള്ള ഫസ്റ്റും ഗ്രൂപ്പ് ബിയിലെ സെക്കൻഡും, ഗ്രൂപ്പ് ബിയിലെ സെക്കൻഡും ഗ്രൂപ്പ് എയിലെ ഫസ്റ്റും, അങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്, ആ ഒരു മാച്ച് വരുന്നത്. അതാണ് PSG-യും ഇന്റർ മിയാമിയും വന്നത്. അതൊരു കിട്ടില്ല മത്സരമായിരിക്കും എന്തായാലും. മെസ്സിയുടെ ഫോമർ ക്ലബിനുമായിട്ട് PSG-യുമായിട്ട് കളിക്കുക. പിന്നെ അതിൽ നിന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് അവർ എലിമിനേറ്റഡ് ആയി പോയി. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് സിയിൽ ബെൻഫിക്കയും ബയൺ മ്യൂണിക്കും അവരുടെ രണ്ട് ടീമും ക്വാളിഫൈ ആയിട്ടുണ്ട്. അതായത് ടേബിൾ ടോപ്പർ ബെൻഫിക്കയാണ്, ബയൺ അല്ല. ഗ്രൂപ്പ് ഡിയിൽ ഫ്ലെമിംഗോയും ചെൽസിയും ക്വാളിഫൈ ആയിട്ടുണ്ട്. അതായത് അപ്പോൾ ചെൽസി മനഃപൂർവ്വം ഫ്ലെമിംഗോയോട് പരാജയപ്പെട്ടതാണെന്ന് എനിക്കിപ്പോൾ തോന്നി. കാരണം ഫ്ലെമിംഗോ ടേബിൾ ടോപ്പറും ബയൺ മ്യൂണിക്ക് സെക്കൻഡുമായി. അതായത് ഫ്ലെമിംഗോയും ബയണുമായി റൗണ്ട് ഓഫ് 16 ഒരു മാച്ച്. പിന്നെ അതുപോലെ തന്നെ ബെൻഫിക്കയും ചെൽസിയുമായി. ചെൽസി ചതിച്ചതാ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ അങ്ങനെ നടന്നുപോയി. എന്തായാലും ബയണും ഫ്ലെമിംഗോയും ഒരു റൗണ്ട് ഓഫ് 16, ബെൻഫിക്കയും ചെൽസിയും അടുത്തൊരു റൗണ്ട് ഓഫ് 16. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇയിൽ ഇന്റർ മിലാനും മോണ്ടറയും ക്വാളിഫൈ ആയി. ഗ്രൂപ്പ് എഫിൽ ഡോട്ട്മുണ്ടും ബൊറൂസിയ ഡോട്ട്മുണ്ടും ഫ്ലുമിനൻസും ക്വാളിഫൈ ആയി. അപ്പോൾ ഇന്റർ മിലാനും ഫ്ലുമിനൻസുമാണ് മാച്ച് വരിക. ബൊറൂസിയ ഡോട്ട്മുണ്ടും മോണ്ടറയാണ് മാച്ച് വരിക റൗണ്ട് ഓഫ് 16. ഇന്റർ മിലാനും ഫ്ലുമിനൻസും ഡോട്ട്മുണ്ടും മോണ്ടറെ ഈ രണ്ട് ടീമാണ് ഈ ഒരു വേറൊരു റൗണ്ട് ഓഫ് 16 രണ്ട് മാച്ച് ഉള്ളത്. പിന്നെ ഗ്രൂപ്പ് ജിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയും യുവൻറ്റസും ക്വാളിഫൈ ആയി. ഗ്രൂപ്പ് എച്ചിൽ റയൽ മാഡ്രിഡും അൽ ഹിലാലും ക്വാളിഫൈ ആയി. അതായത് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി അല്ല റൗണ്ട് ഓഫ് 16 വരെ. ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് യുവൻറ്റസ് ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ യുവൻറ്റസിനെ അടിച്ച് വിട്ടിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി. അവർ 5-2 എന്നുള്ളൊരു സ്കോറിനാണ് ഒരു മാച്ചിൽ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ടേബിൾ ടോപ്പറായി. അതുകൊണ്ട് അവർ റയൽ മാഡ്രിഡിന് അവർക്ക് കിട്ടിയില്ല. നമുക്കാണ് നഷ്ടമായത്. സത്യം പറയാലോ, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയും അൽ ഹിലാലുമാണ് മാച്ച് വരിക. റയൽ മാഡ്രിഡും യുവൻറ്റസും അത് സിമ്പിളായിട്ട് റയൽ മാഡ്രിഡ് വിജയിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ, ഒറ്റ മാച്ചേ ഉള്ളൂ. ക്ലബ്ബ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ അടിപൊളി മത്സരമായിട്ട് വരുന്നത് ഒന്ന് PSG-യും ഇന്റർ മിയാമി ഒരു കിട്ടില്ല മത്സരമായിരിക്കും. പിന്നെ പാൽമറാസും ബൊറ്റഫാഗയും, അത് പിന്നെ അവർ രണ്ട് ബ്രസീലിയൻ ടീം. അതായത് ഈ ഒരു റൗണ്ട് ഓഫ് 16 പ്രത്യേകത അതാണ്, എല്ലാ ബ്രസീലിയൻ ടീംസും ഓൾറെഡി ക്വാളിഫൈ ആയിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഇതായി പോയില്ലേ. എല്ലാ ബ്രസീലിയൻ ടീമും ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് അർജന്റീൻ ടീമും ഡിസ്ക്വാളിഫൈ ആയി പോയിട്ടുണ്ട്. അവർ രണ്ട് ടീം എലിമിനേറ്റഡ് ആയി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും ഫ്ലെമിംഗോയും അത് ചിലപ്പോൾ നല്ലൊരു മത്സരമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്റർ മിലാനും ഫ്ലുമിനൻസും ഈ രണ്ട് മാച്ചും എന്തായാലും ഒരു ടോപ്പ് മാച്ചായിട്ട് വരുന്നത് റയൽ മാഡ്രിഡ് വേഴ്സസ് യുവൻറ്റസ് ആയിരിക്കും. പിന്നെ അതുപോലെ ഇന്റർ മിയാമിയും PSG-യും ഈ രണ്ട് മാച്ചായിരിക്കും ഭയങ്കര വ്യൂവർഷിപ്പ് ഉള്ളത്, ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് വരിക. ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനലിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചസ് വരും. ഇതിലിപ്പോൾ ഇത്രയൊക്കെയാണ് മാച്ച് ഉള്ളത്. സോ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊരു പ്രഡിക്ഷൻ ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടോ, ആരാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ വിന്നേഴ്സ് ആവുക എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.